പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം പുനരാരംഭിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും വീണ്ടും ഒരുങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പുതിയ ആക്രമണ പദ്ധതികൾ തയ്യാറാകുന്നു എന്ന ഒരു വാർത്ത ലോകത്തെ വീണ്ടും മുൾമുനയിൽ നിർത്തുകയാണ്. സമാധാന ചർച്ചകളെക്കുറിച്ച് പുറത്തു പറയുമ്പോഴും അമേരിക്ക രഹസ്യമായി ഇസ്രായേലിലേക്ക് വൻ ആയുധ ശേഖരം എത്തിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് അഥവാ സെൻകോം ഇറാനെതിരെയുള്ള പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വിവരങ്ങൾ കൈമാറിക്കഴിഞ്ഞു. 45 മിനിറ്റ് നീണ്ട ഈ ഒരു സുപ്രധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് സെൻകോം കമാൻഡർ ബ്രാഡ് കൂപ്പറും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർപേഴ്സണുമാണ്. ഈ ചർച്ചകൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ വെറും 24 മണിക്കൂറിനുള്ളിൽ 6500 ടൺ വരുന്ന ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും അമേരിക്ക ഇസ്രയേലിലേക്ക് എത്തിച്ചു. അഷ്ദോദ്, ഹൈഫ എന്നീ തുറമുഖങ്ങൾ വഴി 2 വമ്പൻ ചരക്ക് കപ്പലുകളിലും നിരവധി വിമാനങ്ങളിലുമായിട്ടാണ് ഈ വൻ ആയുധശേഖരം ഇസ്രായേലിൽ എത്തിയത്. 100 കണക്കിന് ട്രക്കുകളിലായി ഈ ആയുധങ്ങൾ ഇസ്രായേലിന്റെ വിവിധ സൈനിക താവളങ്ങളിലേക്ക് മാറ്റിക്കഴിയുകയും ചെയ്തു. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് പ്രേക്ഷകർ വിചാരിക്കരുത്. കാരണം ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന സൈനിക നീക്കം ആരംഭിച്ചതിന് ശേഷം അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന വൻ സൈനിക പിന്തുണയുടെ ഒരു തുടർച്ചയാണത്. ഈ ഓപ്പറേഷൻ തുടങ്ങിയതിനു ശേഷം ഇതുവരെ 1,15,600 ടൺ സൈനിക ഉപകരണങ്ങളാണ് 403 വിമാനങ്ങളിലൂടെയും 10 കപ്പലുകളിലൂടെയുമായി ഇസ്രായേലിൽ എത്തിയിട്ടുള്ളത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഏത് നിമിഷവും ശത്രുക്കൾക്കെതിരെ ആഞ്ഞടിക്കാൻ തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും വരും ആഴ്ചകളിൽ കൂടുതൽ ആയുധങ്ങൾ രാജ്യത്തേക്ക് എത്തുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇതിനിടയിലാണ് ഇറാനെതിരെയുള്ള അമേരിക്കയുടെ പുതിയ ഒരു ആക്രമണ പ്ലാൻ പുറത്തു വരുന്നത്. ഇറാനിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി ചെറുതും എന്നാൽ അതിശക്തവുമായിട്ടുള്ള ഒരു ഷോർട്ട് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ആക്രമണങ്ങൾ നടത്താനാണ് അമേരിക്കൻ സൈന്യം ലക്ഷ്യമിടുന്നത്. അപ്പൊ ഈ ആക്രമണങ്ങളുടെ ദൈർഘ്യം കുറവായിരിക്കും, പക്ഷേ ഇതിന്റെ ആഘാതം വളരെ വലുതായിരിക്കും. ലോകത്തെ പ്രധാന വാണിജ്യ പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും ഇറാന്റെ യുറേനിയം ശേഖരം പിടിച്ചെടുക്കാൻ പ്രത്യേക സേനാ നീക്കങ്ങൾ നടത്താനും അമേരിക്കയ്ക്ക് പദ്ധതിയുണ്ട്. സൈനിക നീക്കങ്ങളെക്കാൾ ഉപരോധങ്ങളിലൂടെ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് തനിക്ക് താല്പര്യമെന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ നീക്കങ്ങളെ സംശയത്തോടെ തന്നെയാണ് ഇറാൻ ഇപ്പോഴും നോക്കിക്കാണുന്നത്. അമേരിക്കയുമായിട്ടുള്ള വിശ്വാസം പൂർണ്ണമായും തകർന്നുവെന്നും ചർച്ചകൾ നടക്കുന്ന സമയത്ത് പോലും അമേരിക്കയും ഇസ്രായേലും തങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെന്നുമൊക്കെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാശെങ്കയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ തുറന്നടിച്ചു പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തിക ഉപരോധങ്ങളെ കുറിച്ച് ഒരു വശത്ത് സംസാരിക്കുമ്പോഴും മറുവശത്ത് ഇസ്രയേലിനെ ആയുധമണിയിച്ച് അമേരിക്ക വൻ യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് എന്ന കാര്യമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാന്റെ തിരിച്ചടിയും ഇസ്രയേലിന്റെ തയ്യാറെടുപ്പുകളും സൂചിപ്പിക്കുന്നത് പശ്ചിമേഷ്യ കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എന്ന് പശ്ചിമേഷ്യ. വരും ദിവസങ്ങളിൽ അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങളാകും ലോക സമാധാനത്തിന്റെ തന്നെ ഭാവി നിർണ്ണയിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളം.